കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിന്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 2027 ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയിൽ ഘട്ടം ഘട്ടമായിട്ടാവും ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുക. ഇതിന്റെ ആദ്യ ഭാഗമായ സൂറത്ത് ബിലിമോറ പാതയിലാണ് 2027 ആദ്യ സർവീസ് ആരംഭിക്കുക. രണ്ടാം ഘട്ടത്തിൽ വാപി മുതൽ സൂറത്ത് വരെയും മൂന്നാം ഘട്ടത്തിൽ വാപി മുതൽ അഹമ്മദാബാദ് വരെയും പ്രവർത്തനം ആരംഭിക്കും. അവസാന ഘട്ടത്തിൽ മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തും. അഹമ്മദാബാദിലെ ബർമതിയെയും മുംബൈയിലെ താനെയെയും ബന്ധിപ്പിച്ചുകൊണ്ടാകും 508 കിലോമീറ്റർ നീളത്തിലാണ് ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുവാനുള്ള അതിവേഗ റെയിൽപാത നിർമ്മിക്കുന്നത്. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗം പ്രതീക്ഷിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഈ ദൂരം 2 മണിക്കൂർ 17 മിനിറ്റ് ഓടിയെത്തും. 2017 ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. 2023 ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പദ്ധതി നീണ്ടുപോകുകയായിരുന്നു. സ്ഥലം ഏറ്റെടുക്കലിൽ ഉൾപ്പെടെ ഉണ്ടായ പ്രശ്നങ്ങളാണ് കാലതാമസത്തിന് ഇടയാക്കിയത്. മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ദൂരം 1 മണിക്കൂർ 58 മിനിറ്റ് ഓടിയെത്താനാണ് ആദ്യം പദ്ധതിയിട്ടത്. എന്നാൽ സ്റ്റേഷനുകളുടെ എണ്ണം 4-ൽ നിന്നും 12 ആക്കി ഉയർത്താൻ തീരുമാനിച്ചതോടെ സഞ്ചാര സമയത്തിലും വർധനയുണ്ടായി. കഴിഞ്ഞ നവംബറിൽ പ്രധാനമന്ത്രി സൂറത്തിൽ നിർമ്മാണത്തിലുള്ള ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയിരുന്നു. കൂടാതെ അതിവേഗ പാസഞ്ചർ റെയിൽ ട്രെയിൻ എന്ന് വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ബുള്ളറ്റ് ട്രെയിൻ. ജപ്പാനിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. അതിന്റെ വിസമാർന്നതും വായുസഞ്ചാരമുള്ളതുമായ രൂപവും വേഗതയും കൊണ്ടാണ് ഇതിന് ആ പേര് ലഭിച്ചത്. ട്രെയിനിന്റെ ശക്തി പൂർണ്ണമായും പരമാവധിയാക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു വായു ക്രമീകരണ ആകൃതിയും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് ഈ തീവണ്ടി അതിന്റെ ഉയർന്ന വേഗത കൈവരിക്കുന്നത്. ഇതിനായുള്ള റെയിൽ റോഡ് ട്രാക്കുകളും പ്രത്യേകമായി അതിവേഗ റെയിൽ സേവനത്തിനായി വികസിപ്പിച്ചെടുത്തതാണ്. പരമ്പരാഗത ട്രെയിനുകൾ ഷിങ്കൻസെൻ ലൈനുകൾ ഓടുന്നില്ല. അതിവേഗ ട്രെയിനുകൾ പരമ്പരാഗത ട്രാക്കുകളാണ് ഓടുന്നില്ല. ട്രാക്കുകളിൽ വേഗത കുറഞ്ഞ ട്രെയിനുകൾക്ക് അവയുടെ പ്രവർത്തന വേഗത കുറയ്ക്കാതെ സ്ഥിരമായി ഉയർന്ന വേഗതയിൽ ഓടാൻ ഇത് ട്രെയിനുകളെ അനുവദിക്കുന്നുണ്ട്. അതേസമയം റെയിൽവേ യാത്രക്കാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസിന്റെ ആദ്യ റൂട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചു. ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലായിരിക്കും രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഓടുക. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു. ദീർഘദൂര യാത്രയ്ക്കും രാത്രിയാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ലോകോത്തര സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഈ പുതിയ ട്രെയിൻ. കോട്ടാക്ത സെക്ഷനിൽ നടന്ന ഹൈസ്പീഡ് ട്രയലിൽ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത കൈവരിച്ചാണ് ഈ ട്രെയിൻ പരീക്ഷണം പൂർത്തിയാക്കിയത്. ആകെ 16 കോച്ചുകളാണ് ട്രെയിനിൽ ഉണ്ടാവുക. ഇതിൽ 11 3 ടയർ AC കോച്ചുകൾ, 4 2 ടയർ AC കോച്ചുകൾ, ഒരു ഫസ്റ്റ് ക്ലാസ് AC കോച്ച് എന്നിവയുണ്ടാകും. ആകെ യാത്രാശേഷി 823 ആണെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.